ഈ കാണുന്നതാണ് സുൽത്താൻ ബത്തേരിയിലെ ജൈനബദ ക്ഷേത്രം. AD 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രമാണ്. പല വിധത്തിൽ പല രീതിയിൽ ഈ ജൈനക്ഷേത്രം ഉപയോഗിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ആയുധപ്പുരയായും പിന്നെ ഒരു വാണിജ്യ നഗരമായുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് കാണുന്നത് അനന്തദാസ സ്വാമിയുടെ ഒരു ജൈനക്ഷേത്രമാണ്. പുലിയാർമലയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. രണ്ടു നേരം പൂജയുള്ള വയനാട്ടിലെ അതിപ്രസിദ്ധമായ തന്നെ ഒരു ജൈനക്ഷേത്രമാണിത്. അനന്തദാസ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണിത്. അടുത്തത് കാണുന്നത് മയിലാടിപ്പാറ എന്ന സ്ഥലത്തെ ഒരു ജൈനക്ഷേത്രമാണ്. SKM എന്ന് പറയുന്ന സ്കൂളിന്റെ നിന്നാൽ ഈ ജൈനക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. കൽപ്പറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ഒരു 100 മീറ്റർ നടക്കാനുണ്ട്. നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഒരു ചെറിയ ട്രക്കിംഗ് ഒക്കെ പോലെ തോന്നുന്ന ഒരു സ്ഥലം. ഇതാണ് മയിലാടിപ്പാറയിലെ ജൈനബദ ക്ഷേത്രം. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. കൽപ്പറ്റ നഗരം മുഴുവൻ ഈ പാറയിൽ നിന്ന് കാണാൻ പറ്റും. കൽപ്പറ്റ മാത്രമല്ല, ഇവിടുത്തെ ബാണാസുര മലയും ഏകദേശം ബ്രഹ്മഗിരി മലയും എല്ലാം കാണാൻ പറ്റും. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പൂജയൊന്നുമില്ല. വയനാട്ടിൽ ഏകദേശം 7ഓളം ജൈനക്ഷേത്രങ്ങളുണ്ട്. ബാക്കി 3 ക്ഷേത്രങ്ങളും ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇത്രയുമാണ് ജൈനക്ഷേത്രങ്ങൾ വയനാട്ടിലുള്ളത്.